ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തും തിരുവല്ലയിലും പ്രചാരണത്തിൽ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രചാരണ രംഗത്ത്. കേരളം, പുതുച്ചേരി, തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം വോട്ടർമാർക്ക് ശമ്പളത്തോടെയുള്ള അവധി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. പശ്ചിമ ബംഗാളിൽ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവം അന്വേഷിക്കുന്നതിനായി 40-അംഗ NIA സംഘം സ്ഥലത്തെത്തി. ഇന്ത്യയുടെ LPG വിതരണം സുഗമമായി തുടരുന്നതായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. സംസ്ഥാനത്ത് പ്രകൃതിവാതകം ആവശ്യത്തിന് ലഭ്യമെന്ന് എണ്ണ കമ്പനികൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. അബുദാബിയിലെ അജ്മാനിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 5 ഇന്ത്യക്കാരുൾപ്പെടെ 12 പേർക്ക് പരിക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 5 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ വോട്ടെടുപ്പിന് 5 ദിവസം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. 4 ദിവസം മാത്രം പരസ്യ പ്രചാരണം അവശേഷിച്ചിരിക്കുന്ന സംസ്ഥാനത്ത് പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന ദേശീയ നേതാക്കളാണ് ഇന്ന് പ്രചാരണത്തിന് എത്തുന്നത്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് തിരുവല്ലയിലെ NDA പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ പ്രചാരണത്തിനെത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവല്ലയിലെ പരിപാടികൾക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള NDA റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് 7 മണിയോടുകൂടി ഡൽഹിക്ക് മടങ്ങും. മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആലപ്പുഴയിലെ UDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കുന്നത്തുനാട്, കൊച്ചി എന്നിവിടങ്ങളിലെ UDF പ്രചാരണ പരിപാടികളിലും ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് കോട്ടയം ജില്ലയിലെ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, ദേശീയ നേതാക്കൾ തുടങ്ങിയവർ ഇന്നും നാളെയുമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ പ്രചാരണ പരിപാടികളിലും റോഡ് ഷോകളിലും പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജ്, കോണ്ടൂർ ബാക്ക്വാട്ടേഴ്സ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് എന്നിവയുടെ വ്യോമപരിധിയിലും കോട്ടയം ജില്ലയിലെ ഹെലിപ്പാഡുകളിലും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും പറത്തുന്നത് നിരോധിച്ചു. ഇന്ന് പുലർച്ചെ 12 മുതൽ 24 മണിക്കൂറാണ് നിരോധനം. തിരുവല്ലയിലും തിരുവനന്തപുരത്തും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, പുതുച്ചേരി, തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം ശമ്പളത്തോടെയുള്ള അവധി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വ്യാപാര വ്യാവസായിക സ്ഥാപനങ്ങളിലെ ഉൾപ്പെടെ ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസം ശമ്പളത്തോടെയുള്ള അവധി നൽകേണ്ടതാണ്. എല്ലാ ദിവസ വേതന തൊഴിലാളികൾക്കും താൽക്കാലിക ജീവനക്കാർക്കും അവധിക്ക് അർഹതയുണ്ട്. വ്യവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. 234 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 23-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. അതേസമയം 27 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BJP ഇന്നലെ പ്രഖ്യാപിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L. മുരുകൻ, തെലങ്കാന, പുതുച്ചേരി മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ, BJP സംസ്ഥാന അധ്യക്ഷൻ നയനാൻ നാഗേന്ദ്രൻ എന്നീ പ്രമുഖർ പട്ടികയിൽ ഉൾപ്പെടുന്നു. 28 നിയമസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസും ഇന്നലെ പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിൽ സ്വതന്ത്രവും നീതിയുക്തവും നിഷ്പക്ഷവുമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അക്രമം, ഭീഷണി എന്നിവയിൽ നിന്ന് മുക്തമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. ചീഫ് സെക്രട്ടറി, പോലീസ് ഡയറക്ടർ ജനറൽ, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ, ഡിവിഷണൽ കമ്മീഷണർമാർ, അഡീഷണൽ ഡയറക്ടർ ജനറൽമാർ, IGമാർ, ജില്ലാ മജിസ്ട്രേറ്റുമാർ, CPമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഓഫീസർമാർക്കാണ് നിർദ്ദേശം നൽകിയത്. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷവും കേന്ദ്ര സായുധ പോലീസിന്റെ 500 കമ്പനി സേനയെ ക്രമസമാധാന ചുമതലകൾക്കായി വിന്യസിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. EVM, സ്ട്രോങ് റൂം, വോട്ടെണ്ണൽ കേന്ദ്രം എന്നിവയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 200 കമ്പനി സേനയെ അധികമായി സംസ്ഥാനത്ത് നിലനിർത്തുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലെ മാൽഡ ജില്ലയിൽ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ
മൊഫാഖറുൽ ഇസ്ലാമിന് 14 ദിവസത്തെ പോലീസ് കസ്റ്റഡിയും അക്രമിൽ ബഗാനിക്ക് 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിക്കും ഉത്തരവിട്ട് കോടതി. അതേസമയം സംഭവം അന്വേഷിക്കുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ 40 അംഗ സംഘം സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ശ്രമിച്ച കേന്ദ്രസേനയ്ക്ക് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ചും NIA അന്വേഷിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 2 ലക്ഷത്തോളം പേർ ഹോം വോട്ടിംഗ് രേഖപ്പെടുത്തി. ഇന്നലെ വരെ ആകെ 1,99,819 പേരാണ് ഹോം വോട്ടിംഗിലൂടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിലുമുള്ള മുതിർന്ന പൌരന്മാർക്കുമാണ് ഹോം വോട്ടിംഗ് അവസരമുള്ളത്. പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്തത് ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ച പത്തനംതിട്ട അടൂർ സ്വദേശി രാജീവ് തെങ്ങമത്തിനെതിരെ കേസെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പോലീസിന് നിർദ്ദേശം നൽകി. ഏപ്രിൽ 2 രാത്രിയിലാണ് വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റിന്റെ ചിത്രം ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾക്കിടയിലും ഇന്ത്യയുടെ LPG വിതരണം സുഗമമായി തുടരുന്നതായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. വീടുകളിലേക്ക് തടസ്സമില്ലാതെ LPG വിതരണം നടക്കുന്നതായും നിലവിൽ പ്രതിദിനം 28 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും ഇന്ത്യൻ ഓയിൽ പ്രസ്താവനയിലൂടെ അറിയിച്ചു. LPG റീഫില്ലുകൾ ബുക്ക് ചെയ്യുന്നതിന് SMS, IVRS പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിക്കാൻ കമ്പനി നിർദ്ദേശം നൽകി. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിനായി LPG വിതരണക്കാരിൽ പരിശോധന ഊർജിതമാക്കാൻ നടപടി സ്വീകരിച്ചതായും കമ്പനി അറിയിച്ചു. സംസ്ഥാനത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവ ആവശ്യത്തിന് ലഭ്യമാണെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ എണ്ണ കമ്പനികൾ ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും തങ്ങളുടെ വിതരണ ശൃംഖലയിലൂടെ LPG റീഫില്ലുകൾ സുഗമമായും കൃത്യസമയത്തും നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എല്ലാ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കും വേണ്ടി ഓയിൽ ഇൻഡസ്ട്രി കേരള സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ അറിയിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള ചില്ലറ വിൽപ്പനശാലകളിലും സംഭരണ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ സ്റ്റോക്കുകൾ ലഭ്യമാണെന്ന് കമ്പനികൾ ഉറപ്പു നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ US-ഉം ഇസ്രായേലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാനും പ്രത്യാക്രമണം ശക്തമാക്കിയതോടെ ഗൾഫ് മേഖലയിലുടനീളമുള്ള സിവിലിയൻ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്. കുവൈറ്റിലെ ഒരു വൈദ്യുതി ജല ശുദ്ധീകരണ പ്ലാന്റിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ പ്ലാന്റിന്റെ ചില ഭാഗങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് പ്ലാന്റിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. അമേരിക്കയുടെ 2ാമത്തെ F-35 വിമാനവും വെടിവെച്ചിട്ടതായി ഇറാൻ അറിയിച്ചു. അതേസമയം തെഹ്റാനിലെ ഒരു പാലത്തിലുണ്ടായ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബുദാബിയിലെ അജ്ബാനിൽ വ്യോമാക്രമണങ്ങൾ തടയുന്നതിനിടെ അവശിഷ്ടങ്ങൾ പതിച്ച് 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. അതിനിടെ ഇറാൻ ആക്രമണങ്ങളിൽ നിന്ന് ഹോർമുസ് കടലിടുക്കിനെ സംരക്ഷിക്കുന്നതിനായി പ്രതിരോധ സേനയെ ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ മാറ്റിവെച്ചു. ബഹ്റൈനാണ് പ്രമേയം കൊണ്ടുവന്നത്. 15 അംഗ സമിതി ഇന്നലെയാണ് വോട്ടെടുപ്പ് നടത്താനിരുന്നത്. ദുഃഖവെള്ളി പ്രമാണിച്ചാണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കഴിഞ്ഞ മാസം ആകെ 220 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയെന്നും ഇതിൽ പകുതിയിൽ കൂടുതലും ദ്രാവക ടാങ്കറുകളായിരുന്നുവെന്നും അന്താരാഷ്ട്ര കപ്പൽ ട്രാക്കിംഗ് സംഘടന മറൈൻ ട്രാഫിക്. ആകെയുള്ളതിന്റെ 51% ദ്രാവക ടാങ്കറുകളും 37% ഡ്രൈ ബൾക്ക് കപ്പലുകളും 12% LPG ടാങ്കറുകളുമായിരുന്നുവെന്നും സംഘടന വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് മേഖലയിൽ ശക്തമായ ഭൂകമ്പം. 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കാബൂൾ പ്രവിശ്യയിലെ ബഗ്രാമി ജില്ലയിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് പരിക്കേറ്റു. ഒരാളെ കണ്ടെത്താനുണ്ട്. പാകിസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിലും കശ്മീരിലും ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയിലും നോയിഡ, ലുധിയാന ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 5 വിക്കറ്റ് ജയം. ചെന്നൈ ഉയർത്തിയ 210 റൺ വിജയലക്ഷ്യം 8 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തും തിരുവല്ലയിലും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രചാരണത്തിനെത്തും. കേരളം, പുതുച്ചേരി, തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം വോട്ടർമാർക്ക് ശമ്പളത്തോടെയുള്ള അവധി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. പശ്ചിമ ബംഗാളിൽ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവം അന്വേഷിക്കുന്നതിനായി NIA സംഘം സ്ഥലത്തെത്തി. ഇന്ത്യയുടെ LPG വിതരണം സുഗമമായി തുടരുന്നതായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. സംസ്ഥാനത്ത് പ്രകൃതിവാതകം ആവശ്യത്തിന് ലഭ്യമെന്ന് എണ്ണ കമ്പനികൾ.
പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. അബുദാബിയിലെ അജ്മാനിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് 5 ഇന്ത്യക്കാരുൾപ്പെടെ 12 പേർക്ക് പരിക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 5 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.